കുറേ നാളായാലേ കണ്ടിട്ട്. ഇന്നെനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്ന ദിവസമായിരുന്നു കേട്ടോ. നമുക്കൊന്ന് നടക്കാൻ പോയാലോ? ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി. സമയം ഇപ്പോൾ പുലർച്ചെ ഏകദേശം 3 മണിക്ക് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഞാനിപ്പോൾ വർക്കിൻ്റെ ഇടയിൽ ബ്രേക്കിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പുറത്തോട്ടൊന്ന് നടക്കാനായിട്ട് ഇറങ്ങാറുണ്ട്. അല്ലെങ്കിൽ ചുമ്മാ ഫോണും നോക്കി കമ്പനിയുടെ അകത്ത് തന്നെ കിടന്ന് ഉറങ്ങാറാണ് പതിവ്. പതിവിൽ വിപരീതമായിട്ട് ഞാൻ ഇപ്രാവശ്യം നടക്കാനിറങ്ങിയ വഴി എല്ലാ ദിവസവും പോകുന്ന വഴിയായിരുന്നല്ലോ കേട്ടോ. ഇന്നൊന്ന് വ്യത്യസ്തമായിട്ട് വേറൊരു വഴി പിടിക്കാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു പൂച്ചസാറിനെയും കണ്ടോട്ടോ. പൂച്ചസാറിൻ്റെ മെയിൻ പ്രത്യേകത പുള്ളിക്ക് പുതിയ വീടൊക്കെ ഉണ്ട്. എന്തായാലും വീട് അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഈ പുഴയോട് ചേർന്ന് നടക്കുമ്പോഴാട്ടോ അങ്ങ് അകലെയായിട്ട് ഒരു ചൈനീസ് അമ്പലം കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, പാലം കയറി നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. ഈ ഒരു പുഴയോട് ചേർന്ന് നിൽക്കുന്നതിൽ തന്നെ ഈ ഒരു അമ്പലം അറിയപ്പെടുന്നത് ടെമ്പിൾ ബൈ ദ റിവർ എന്നാട്ടോ. ഏകദേശം 1940-നും 1950-നും ഇടയിൽ നിർമ്മിച്ചൊരു അമ്പലമാണിത്. അവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ പോയത് നമ്മുടെ പഴയ ഒരു ബ്രെഡ് അപ്പൂപ്പനില്ലേ, പുള്ളിയുടെ അടുത്തേക്കാണ്. ഇപ്പം കുറേ കാലമായിട്ടോ ഈ ബ്രെഡ് അപ്പൂപ്പനെ കണ്ടിട്ടും ഇവിടുന്ന് ബ്രെഡൊക്കെ മേടിച്ചിട്ടും. അങ്ങനെ അവിടുന്ന് ബ്രെഡ് മേടിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലത്തെ പോലെ റോഡിൽ പേപ്പറൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കണ്ടത്. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു കോഫി മേടിക്കാനായിരുന്നു. കോഫി മേടിച്ച് പിന്നെ നേരെ പോയത് ഞാൻ സ്ഥിരം പോയിരിക്കാറുള്ള ഒരു സ്ഥലത്തോട്ടാണ്. അത് നിങ്ങൾക്കൂടി ഒന്ന് കാണിച്ചു തരാവേ. ഇതാട്ടോ ആ സ്ഥലം. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് ആരും ഈ നേരത്തെ വരാറില്ല. ഇനിയൊരു മഴയുണ്ടെങ്കിലും പിന്നെ ഒന്നും പറയണ്ട, കിടിലം വൈബായിരിക്കും. അങ്ങനെ ചായയും ബ്രെഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ കമ്പനിയിലോട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.